UPSC പ്രിലിംസിന് എല്ലാ വർഷവും കൺസിസ്റ്റൻ്റ്ലി 10 to 15 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ എന്ന രീതിയിൽ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസ് എവറി ഇയർ ഈസ് ഫ്രം സിഗ്നിഫിക്കൻറ്റ് സ്പീഷീസ്. ആ വർഷം ന്യൂസിൽ വന്നതായ ഇമ്പോർട്ടൻ്റ് ആയ സ്പീഷീസിനെ പറ്റിയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 2025 12 ക്വസ്റ്റ്യൻസ് ആണ് എൻവയോൺമെൻറ്റിൽ ചോദിച്ചത്. ആ 12 ക്വസ്റ്റ്യൻസിൽ 1/4 3 വാസ് ഫ്രം ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ബേസ്ഡ് ചോദ്യങ്ങളായിരുന്നു. 2024 9 out of 16 questions of environment were about species. 2023 7 out of 15, 2022 4 out of 15, 2021 7 out of 18. അപ്പോൾ എല്ലാ വർഷവും ഒരു 40% അടുത്തോളം ചോദ്യങ്ങൾ എൻവയോൺമെൻറ്റിൽ ചോദിക്കുന്നത് സ്പീഷീസ് ബേസ്ഡ് ആയിട്ടാണ്. സോ നമ്മൾ ഇന്ന് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഇൻ ന്യൂസ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ന്യൂസിൽ വന്ന സിഗ്നിഫിക്കൻറ്റ് സ്പീഷീസ് ആണ്. നമുക്ക് ഒറ്റ ക്ലാസ്സിൽ എന്തായാലും തീരുന്നുണ്ടാവില്ല. ലൈക്ക് വിൽ ബി കണ്ടിന്യൂയിങ് സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. സോ വിൽ ഹാവ് ദി ഫസ്റ്റ് സീരീസ് ടുഡേ. അപ്പോൾ ആ സ്പീഷീസ് ഓഫ് ന്യൂസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് UPSC ചോദിക്കുന്നത് ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ UPSC മൈറ്റ് ആസ്ക് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് ന്യൂസിൽ വന്നത് നിങ്ങൾക്കറിയാമോ? ആ സ്പീഷീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടാണ് അത് ന്യൂസിൽ വന്നതെന്ന് അറിയാമോ? ആ രീതിയിൽ ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം ചോദിച്ച പീകോക്ക് ടറന്റുള. സോ ടറന്റുള എന്ന് പറയുന്നത് ബേസിക്കലി ആ സ്പൈഡർ ഫാമിലിയിൽ പെട്ട ഒരു വലിയ സ്പൈഡർ ആണെങ്കിൽ തന്നെ യു വിൽ ബി ഏബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ബേസിക് ആയിട്ട് അത് അറിയാമോ ചെക്ക് ചെയ്യുന്നു. അതേപോലെ മുമ്പ് ചോദിച്ചുള്ള ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ്, അത് ആ വർഷം ന്യൂസിൽ വരാൻ കാരണം ഫ്ലൈയിങ് ഫോക്സിന് വേർമിൻ സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ടാണ്. അതേപോലെ മാർസൂപ്പിയൽസ് എന്താണെന്ന് അറിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ ആ ന്യൂസ് വൈ ഇൻ ന്യൂസ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ സ്പീഷീസ് ന്യൂസ് വരാൻ കാരണം ആ സ്പീഷീസിന്റെ ബേസിക്സ് അതറിയാമോ ചെക്ക് ചെയ്ത രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പൊതുവേ ഒരു സ്പീഷീസിനെ പറ്റി പഠിക്കുമ്പോൾ ആസ്പിരൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ സ്പീഷീസിനെ പറ്റി കിട്ടാവുന്ന ഡേറ്റ മുഴുവൻ പഠിക്കാൻ ശ്രമിക്കാം. ആ ന്യൂസിനെ പറ്റി ശ്രദ്ധ കൊടുക്കില്ല. നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സ്പീഷീസിന്റെ ന്യൂസ് വൈ വാസ് ഇൻ ന്യൂസ് എന്നുള്ള കാര്യം ഓർക്കണം. അതേപോലെ പിന്നെ ചോദിക്കുന്നത് ആ സ്പീഷീസിന്റെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒറാങ്കുട്ടൻ സ്റ്റിക്ക് ഉപയോഗിച്ച് അതിന്റെ പ്രേനെ പിടിക്കുന്നത് അത് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിഗും വാസ്പും തമ്മിലുള്ള ഒരു യുണീക്ക് റിലേഷൻ ഓഫ് പോളിനേഷൻ അത് ചോദിച്ചിട്ടുണ്ട്. ഹണി ബീയുടെ വാഗിൾ ഡാൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ഒരു യുണീക്ക് ഫീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ സ്പീഷീസിന് എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലിസ്റ്റ് ഓഫ് സ്പീഷീസ് ഏതാണ് പോയിസണസ്, ഇതിലേതൊക്കെയാണ് നൊക്ടേണൽ, ഇതിലേതൊക്കെയാണ് ലെഗുമിനസ് എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സ്പീഷീസിനെയും പറ്റി നമുക്കൊരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുവാൻ പറ്റും. എന്താണ് ആ ഫ്രെയിം വർക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബി ലേണിംഗ് എന്താണ് ആ സ്പീഷീസ്. അപ്പോൾ അതിന് ഏറ്റവും ആയതിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആ സ്പീഷീസിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ഇമേജ് നിങ്ങൾ നോക്കണം. ഇമേജ് നോക്കുമ്പോൾ ആ സ്പീഷീസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ആ സ്പീഷീസിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുള്ള സ്ഥലത്താണ് അതിനെ കാണുന്നത് എന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. ഒറ്റയ്ക്കാണോ കൂട്ടമായിട്ടാണോ ഒക്കെ നോക്കി വെക്കുക. ഒന്നാമത് ഗോ ത്രൂ ദി ഇമേജ്. സെക്കൻഡ്ലി അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് വാസ് ഇൻ ന്യൂസ്. എന്തുകൊണ്ടാണ് അതിപ്പോൾ ന്യൂസിൽ വരാൻ കാരണം? മേ ബി അതിൻ്റെ കൺസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ ബേസ്ഡ് ആയിരിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ന്യൂസിൽ വന്നു? 3 ആ സ്പീഷീസിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ശരീരപ്രകൃതി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതല്ലാതെ തന്നെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ. മേ ബി ഡയണൽ ആണോ, നോക്ടേണൽ ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോളിറ്ററി ആണോ, ഗ്രൂപ്പിൽ ജീവിക്കുന്ന അനിമൽ ആണോ, സോഷ്യബിൾ ആണോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ നോക്കണം. ഇന്ത്യയിൽ എവിടെയൊക്കെ, ലോകത്തിൽ എവിടെയൊക്കെ, ഇന്ത്യയിൽ എവിടെയാണ് കൂടുതൽ കാണാൻ പറ്റുക അങ്ങനെ. ദെൻ കൺസർവേഷൻ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ നോക്കി വയ്ക്കുക. IUCN റെഡ് ലിസ്റ്റിൽ എന്താണ് അതിൻ്റെ കറണ്ട് സ്റ്റേറ്റസ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഏത് ഷെഡ്യൂളാണ്, സൈറ്റ്സിൽ ഏത് അപ്പൻഡിക്സ് ആണ്. ഇപ്പോൾ WPA ഷെഡ്യൂൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം 2 ഷെഡ്യൂൾസാണ് അനിമൽസിന് വരുന്നുള്ളൂ. ആദ്യത്തെ പോലെ 6 വലിയ ഇപ്പോൾ 4 ഷെഡ്യൂൾസേ ഉള്ളൂ. 1ഉം 2ഉം ഇപ്പോൾ മെജോറിറ്റി അനിമൽസ് 1 ആയിരിക്കും. 2ൽ വരുന്ന ഏതൊക്കെയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ കൺസർവേഷൻ എഫേർട്സ്, ആ സ്പീഷീസിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ എന്തൊക്കെ എഫേർട്സ് എടുത്തിട്ടുണ്ട്, ഈ ഒരു വർഷം എന്തെങ്കിലും കാര്യമായി പുതിയ എഫേർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് എന്നുള്ള കാര്യവും നോക്കണം. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ്. അതിൽ ഏറ്റവും ആദ്യം വിൽ സ്റ്റാർട്ട് വിത്ത് അവർ നാഷണൽ അനിമൽ. ആരാണ്? റോയൽ ബംഗാൾ ടൈഗർ. റോയൽ ബംഗാൾ ടൈഗർ, യു ക്യാൻ സീ ദി ഇമേജ്. ടൈഗറിന്റെ ഇമേജ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ഈ ടൈഗറിനെ പറ്റി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വിൽ സ്റ്റാർട്ട് വിത്ത് നമ്മൾ ആ ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ലൈക്ക് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മതിയാകും. ഓക്കെ, വീഡിയോയിൽ പിൻ ചെയ്യാം. സോ ബേസിക്കലി റോയൽ ബംഗാൾ ടൈഗർ നമ്മൾ IUCN റെഡ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ എൻഡേഞ്ചേർഡ് ആണ്. ഓക്കെ, ബേസിക്കലി എൻഡേഞ്ചേർഡ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1ലാണ്. സൈറ്റ്സിലെ അപ്പൻഡിക്സ് 1 ആണ്.
ഓക്കെ, സോ IUCN എൻഡേഞ്ചർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. IUCN എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് റോയൽ ബംഗാൾ ടൈഗർ കഴിഞ്ഞ വർഷം ന്യൂസിൽ വന്നത്? കാരണം ഒന്നാമത് ന്യൂസിൽ വന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോർത്ത് ഈസ്റ്റിൽ നമ്മുടെ ആസാമില് ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ് കൂടിയാണ്. ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കിൽ റോയൽ ബംഗാൾ ടൈഗർ ഇല്ല. അതായത് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് നമുക്ക് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. റീസെന്റ് 30 ഇയേഴ്സിന് ശേഷം വി വർ ഏബിൾ ടു ലൊക്കേറ്റ് റോയൽ ബംഗാൾ ടൈഗർ ഇൻ ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് IUCN ഗ്രീൻ സ്റ്റേറ്റസ് ഓഫ് സ്പീഷീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ ഈ സ്പീഷീസിന്റെ റിക്കവറിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗ്രീൻ സ്റ്റേറ്റസിന്റെ അസസ്മെന്റ് പ്രകാരം ടൈഗർ ഈസ് ക്ലാസിഫൈഡ് ആസ് ക്രിട്ടിക്കലി ഡിപ്ലീറ്റഡ്. ക്രിട്ടിക്കലി ഡിപ്ലീറ്റഡ് ആയിട്ടാണ് ടൈഗറിനെ ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എൻഡേഞ്ചർ ആണ്, ഗ്രീൻ സ്റ്റാറ്റസ് പ്രകാരം ക്രിട്ടിക്കലി ഡിപ്ലീറ്റഡ് ആണ്. ഇപ്പൊ ഇത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. ഇനി ഈ ടൈഗറിന്റെ ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. If you look at this image, you can see ഒരു ബ്രൗൺ കോട്ടിംഗ് ആണ് ടൈഗറിന്റെ ശരീരത്തിന് ചുറ്റുമുള്ളത്. ദേ ആർ ഹാവിംഗ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ സ്ട്രൈപ്സ്. അതേപോലെ അവരുടെ അണ്ടർ ബോഡിയിലും ശരീരത്തിന്റെ മറ്റു ഭാഗത്തായിട്ട് വൈറ്റ് പാച്ചസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ബേസിക് ഫിഗർ ഉണ്ടാവുന്നത്, അല്ലെ? സോ ഓറഞ്ച് കോട്ട് ആക്സെന്റഡ് ബൈ പ്രോമിനന്റ് ബ്രൗണിഷ് ടു ബ്ലാക്ക് സ്ട്രൈപ്സ്. റയർ വൈറ്റ് കോട്ടഡ് വേരിയന്റ് ഓഫ് ദി സബ് സ്പീഷീസ് ഓൾസോ എക്സിസ്റ്റ്. ലൈക്ക് ചെറിയ രീതിയിൽ ഒരു വൈറ്റ് മാത്രമുള്ള, നമ്മൾ സൈബീരിയൻ ടൈഗർ എന്നൊക്കെ പൊതുവെ പറയായിരിക്കും. പക്ഷെ ഇതൊന്നല്ല, അവർക്ക് ചെറിയൊരു പിഗ്മെന്റിന്റെ കുറവാണ്. അപ്പോൾ അങ്ങനെ വൈറ്റ് ഉള്ളതും കാണാൻ പറ്റും. ആൻഡ് റോയൽ ബംഗാൾ ടൈഗേഴ്സിന്റെ സൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മെയിൽ ആണെങ്കിൽ ഓൾമോസ്റ്റ് 3.2 മീറ്റർ ലോങ് വരെ പോകും, ഇൻക്ലൂഡിംഗ് ടെയിൽ. വെയിറ്റ് 295 കിലോഗ്രാം വരെ പോകും. ഫീമെയിൽ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ചെറുതാണ്, 2.7 മീറ്റേഴ്സ് വരെ ലെങ്ത് പോകുള്ളൂ. വെയിറ്റ് ഒരു 180 വരെ പോകുള്ളൂ. ഇനി ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ 10 to 15 ഇയേഴ്സ്, ലൈക്ക് ജസ്റ്റ് അബൌവ് ദി ലൈഫ് സ്പാൻ ഓഫ് എ ഡോഗ്, അത്രയേ ഉള്ളൂ. ഇനി അവരുടെ മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ദേ ആർ ഫ്ലാഗ്ഷിപ്പ് ആൻഡ് അംബ്രല സ്പീഷീസ്. എന്താണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പെർട്ടിക്കുലർ സ്പീഷീസിനെ നമ്മൾ അവരുടെ ഇമേജസ് എന്ത് ചെയ്യും, ആൾക്കാരെ അറ്റൻഷൻ ഡ്രോ ചെയ്യാനും എൻവയോൺമെന്റ് കൺസർവേഷന് വേണ്ടി ആൾക്കാരെ അതിലേക്ക് ഇറക്കുവാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയൻ ബുഷ് ഫയർ ഉണ്ടായ സമയത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള കങ്കാരൂസിന്റെ കുഞ്ഞിന്റെയും അതേപോലെ തന്നെ കോവാലാസിന്റെ ഒക്കെ ഇമേജ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യും ലൈക്ക് വി ഷുഡ് ഡു സംതിങ് ഫോർ ദം. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ഇമാജിനേഷനൊക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പീഷീസ് ആണ് ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ്. ടൈഗർ ഈസ് വൺ among them. ആൻഡ് അംബ്രല സ്പീഷീസ്. അംബ്രല സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു കൺസിഡർ പെരിയാർ ടൈഗർ റിസർവ്. പെരിയാർ ടൈഗർ റിസർവിൽ ബേസിക്കലി കൺസേർവ്ഡ് ആവുന്ന ടൈഗറാണ്. പക്ഷെ ടൈഗർ മാത്രമാണ് അവിടെ പ്രൊട്ടക്റ്റഡ് ആവുന്നത് അല്ല. ടൈഗറിന്റെ പേരിൽ അവിടെയുള്ള മറ്റ് ഹാബിറ്റാറ്റും മറ്റ് ആനിമൽസും പ്രൊട്ടക്റ്റഡ് ആവുന്നുണ്ട്. സോ ടൈഗർ ആക്ട് ആസ് ആൻ അംബ്രല. അപ്പൊ അങ്ങനെ വരുന്ന സ്പീഷീസ് ആണ് എന്ത്, അംബ്രല സ്പീഷീസ്. ആൻഡ് ടൈഗർ ദേ ആർ യൂഷ്വലി സോളിറ്ററി. സോളിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റയ്ക്ക് നടക്കുന്നവരാ. ഓക്കെ, മോൺസ്റ്റർ. ഓക്കെ, കാരണം ലയൺ ബേസിക്കലി നേരെ തിരിച്ച, ലയൺ പ്രൈഡിലാണ് നടക്കുക. ലയണിന്റെ ഹണ്ടിങ് ഒക്കെ നിങ്ങൾ നാഷണൽ ജോഗ്രഫിക്കലോ ആനിമൽ പ്ലാനറ്റൊക്കെ കാണുമ്പോൾ അവർ കൂട്ടമായിട്ടായിരിക്കും ഹണ്ട് ചെയ്യുക. ടൈഗർ അങ്ങനെയല്ല, ഒറ്റയ്ക്ക് ഹണ്ട് ചെയ്യുന്നവരാണ്. മോസ്റ്റ്ലി നൊക്ടേണൽ ആണ്. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നൈറ്റ് ടൈമിലാണ് കൂടുതൽ ആക്റ്റീവ്. ടെറിട്ടോറിയൽ ആനിമൽ ആണ്. ടെറിട്ടോറിയൽ ആനിമൽ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഹാവിംഗ് എ പെർട്ടിക്കുലർ ടെറിട്ടറി. ഒരു പെർട്ടിക്കുലർ ടെറിട്ടറി അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സെന്റ് മാർക്കിംഗ് വഴി, സെന്റ് മാർക്കിംഗ് എന്ന് പറയുമ്പോൾ യൂറിനും മറ്റത് വഴിയൊക്കെ ഈ ടെറിട്ടറി അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ടെറിട്ടറിയിൽ അവരായിരിക്കും കംപ്ലീറ്റ് അതോറിറ്റി. അല്ലെങ്കിൽ വേറെ ടൈഗർ വന്ന് ഇവരെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കണം. ആൻഡ് ടെറിട്ടറി ഓഫ് ആൻ അഡൾട്ട് മെയിൽ മേ എൻകോംപസ് ടെറിട്ടറി ഓഫ് 2 to 7 ഫീമെയിൽസ്. അതായത് അഡൾട്ട് മെയിലിന്റെ ടെറിട്ടറി മറ്റൊരു അഡൾട്ട് മെയിലിന്റെ ടെറിട്ടറി ആയിട്ട് ഓവർലാപ്പ് ചെയ്യില്ല. മറ്റ് ഫീമെയിൽസിന്റെ ടെറിട്ടറി ആയിട്ട് ഓവർലാപ്പ് ചെയ്യാം. കാരണം മെയ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മനുഷ്യരുടെ ഫിംഗർ പ്രിന്റ് പോലെയാണ് ടൈഗറിന്റെ ഈ പറയുന്ന ബ്രൗൺ ലൈൻസ് അല്ലെങ്കിൽ ബ്രൗൺ സ്ട്രൈപ്സ് എന്ന് പറയുന്നത്. കാരണം ദേ ആർ ഓൾസോ യുണീക്ക്. രണ്ട് ടൈഗേഴ്സിന്റെ സ്ട്രൈപ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഒരേപോലെ ആയിരിക്കില്ല. നമ്മുടെ ഫിംഗർ പ്രിന്റ് നമുക്ക് യുണീക്ക് ആണെന്ന് പറയുന്ന പോലെ ടൈഗേഴ്സിന്റെ സ്ട്രൈപ്സ് യുണീക്ക് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇത്രയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ലോകത്തിലെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 13 ടൈഗർ റേഞ്ച് കൺട്രീസ് ആണ് നമുക്കുള്ളത്. വി ഹാവ് അറൌണ്ട് 13 ടൈഗർ റേഞ്ച് കൺട്രീസ്. ഇപ്പോൾ മേജർലി നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, പിന്നെ റഷ്യ, അങ്ങനെ സ്ഥലങ്ങളാണ് കാണാൻ പറ്റുക. നോക്കൂ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള രാജ്യങ്ങൾ. ദെൻ റഷ്യയുണ്ട്. പിന്നെ സൗത്ത് ഈസ്റ്റിലേക്കാണ് തായ്ലാൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, ലവോസ്, വിയറ്റ്നാം. 13 രാജ്യങ്ങളാണ് മേജർലി സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആൻഡ് ഓൾസോ റഷ്യ ഈസ് ഓൾസോ പാർട്ട്. ഇനി ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് പല ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ശിവാലിക് ഗാൻജറ്റിക് പ്ലെയിൻസിന്റെ ഭാഗത്ത് കാണാം. സെൻട്രൽ ഇന്ത്യ, മധ്യപ്രദേശിലൊക്കെ ധാരാളമുണ്ട്. ഈസ്റ്റേൺ ഗട്ട്സ് ഭാഗത്തുണ്ട്. വെസ്റ്റേൺ ഗട്ട്സിലുണ്ട് ഓഫ് കോഴ്സ് നമുക്കറിയാം. കർണാടക, കേരള ഭാഗത്തുണ്ട്. നോർത്ത് ഈസ്റ്റിലുണ്ട്. ബ്രഹ്മപുത്ര ഫ്ലഡ് പ്ലെയിൻസും സുന്ദർബൻസിന്റെ പ്രസൻസ് സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം വെറ്റ്ലൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ മാംഗ്രോവ് ഇങ്ങനത്തെ റീജിയനിൽ റോയൽ ബംഗാൾ ടൈഗർ ഇവിടെയാണ്, ഇന്ത്യയിലാണ് അല്ലെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് റീജിയനിലാണ് മേജർലി കാണുവാൻ സാധിക്കുക.
അപ്പോൾ ടൈഗറിന്റെ IUCN സ്റ്റേറ്റസ് നമ്മൾ പറഞ്ഞു എൻഡേഞ്ചർഡ് ആണെന്ന്, അതുപോലെ ഗ്രീൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ക്രിട്ടിക്കലി ഡിപ്ലീറ്റഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ടൈഗർ പോപ്പുലേഷൻ പൊതുവെ കുറയുമ്പോഴാണല്ലോ അങ്ങനെ വയ്ക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ടൈഗർ പോപ്പുലേഷൻ ഇൻക്രീസിംഗ് ആണ്. കാരണം നമ്മുടെ നാഷണൽ അനിമൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ 1973 പ്രൊജക്ട് ടൈഗർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി ടൈഗർ പോപ്പുലേഷൻ കൂട്ടാനായിട്ട്. അതിന്റെ സക്സസിന്റെ ഭാഗമായിട്ട് വി വർ ഏബിൾ ടു ഡബിൾ ദി ടൈഗർ പോപ്പുലേഷൻ. അന്നുണ്ടായിരുന്നേക്കാളും ഡബിൾ ആണ് ടൈഗർ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, ലോകത്തുള്ള മൊത്തം ടൈഗേഴ്സിന്റെ ഓൾമോസ്റ്റ് 50% എവിടെയാണ്? ഇന്ത്യയിലാണ്. സോറി 50 അല്ലോ, 75% എവിടെയാണ്? ഇന്ത്യയിലാണ്. നമുക്ക് നോക്കാം. ദ ടൈഗർ നമ്പർ റോസ് ഫ്രം 1827 in 1973 to an estimated 3682. അറൗണ്ട് ഒരു 3900 വരെയൊക്കെ പോവാന്ന് പറയുന്നത്. 2022 പ്രകാരം കഴിഞ്ഞ 50 വർഷം കൊണ്ട് 1800 എണ്ണം ആയിരുന്നത് ഇപ്പൊ 3600 3700 റേഞ്ചിലേക്ക് ഉയർന്നു. ദാറ്റ് മീൻസ് പോപ്പുലേഷൻ ഡബിൾഡ്. ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ ടൈഗേഴ്സ് ഉള്ളത്? ലാർജസ്റ്റ് ടൈഗർ പോപ്പുലേഷൻ വരുന്നത് മധ്യപ്രദേശിലാണ്, ഫോളോഡ് ബൈ കർണാടക, ഫോളോഡ് ബൈ ഉത്തരാഖണ്ഡ് ആൻഡ് മഹാരാഷ്ട്ര. ടോപ്പ് 2 നോക്കി വെക്കുക. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടൈഗേഴ്സ് ഇൻ എ സ്റ്റേറ്റ്. ഇനി നമ്മൾ ഒരു റിസർവിൽ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് എവിടെയാണ്, ഒരു പെർട്ടിക്കുലർ ടൈഗർ റിസർവിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻ ജിം കോർബറ്റ്. ജിം കോർബറ്റ് എവിടെയെന്ന് അറിയാലോ? ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റിലാണ് ഇൻ ടേംസ് ഓഫ് റിസർവിൽ ഏറ്റവും കൂടുതൽ ടൈഗേഴ്സ് വരുന്നത്. ജിം കോർബറ്റിലാണ്, ഫോളോഡ് ബൈ ബന്ദിപ്പൂർ, നാഗർഹോള എക്സെട്ര. ഇനി ഏത് ടൈഗർ റിസർവ് ആണ് ലാർജസ്റ്റ് ഇൻ ഏരിയ? ഇത് UPSC പ്രീവിയസ്ലി ആസ്ക്ഡ് ആണ്. ലൈക്ക് ദ ലാർജസ്റ്റ് ഏരിയ or the tiger reserve having the largest area is Nagarjuna Srisailam Tiger Reserve, ആന്ധ്രാപ്രദേശ്. അപ്പോൾ എണ്ണം കൂടുതൽ മധ്യപ്രദേശിലാണ്. നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ജിം കോർബറ്റിലാണ്. ഇനി ഏരിയ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നാഗാർജുന ശ്രീശൈലമാണ്. ആൻഡ് ഇന്ത്യ ഈസ് ഹോൾഡിംഗ് 75% ഓഫ് ദി വേൾഡ്സ് ടൈഗർ പോപ്പുലേഷൻ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിക്കുമ്പോൾ എക്സ്ട്രീം ആയിട്ട് തോന്നും, പക്ഷേ ശരിയാണ്. നമ്മൾ ഡബിൾ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 6.1% വെച്ച് ടൈഗർ പോപ്പുലേഷൻ കൂടുന്നുണ്ട്. ടൈഗർ കൺസർവേഷൻ വേണ്ടി നമ്മൾ എടുത്ത പ്രൊജക്ട് ടൈഗർ, വി നോ ദാറ്റ് 58 ടൈഗർ റിസർവ്സ് നമുക്കുണ്ട്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഉണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 2005 അമെൻമെന്റ് പ്രകാരം മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ചെയർപേഴ്സൺ ആയിട്ട് വി ഹാവ് ദി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ആൻഡ് സ്ട്രൈപ്സ്, ഇതും മുമ്പ് UPSC ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് സ്ട്രൈപ്സ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും എന്താണ്, ടൈഗറുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ആരെ പറ്റി ഓർത്തു വയ്ക്കണം? നമ്മുടെ റോയൽ ബംഗാൾ ടൈഗർ. ഓക്കെ, റോയൽ ബംഗാൾ ടൈഗർ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ആള്, ടൈഗർ കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ പഠിക്കുന്ന ആരെ പറ്റിയായിരിക്കും? ദി വൺ ആൻഡ് ഓൺലി ഏഷ്യാറ്റിക് ലയൺ. ഏഷ്യാറ്റിക് ലയൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സ്ഥലം ഗിർ ഫോറസ്റ്റ് ആയിരിക്കും. കാരണം അവിടെ മാത്രമാണല്ലോ ഉള്ളത്. ലോകത്ത് ഏഷ്യാറ്റിക് ലയൺ അവിടെ മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഗിർ ഫോറസ്റ്റ് മാത്രം എന്ന് പറയുമ്പോൾ ഗിർ റീജിയനിൽ, ഗിറിനെ ചുറ്റിപ്പിടിക്കുന്ന റീജിയനിലൊക്കെ ഉണ്ട്. ഇവിടെ IUCN സ്റ്റാറ്റസ് ഓഫ് ലയൺ ഇസ് ബിറ്റ് ഇമ്പോർട്ടൻറ്റ്. ലയണിന്റെ IUCN സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വൾണറബിൾ. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഇത് എൻഡേഞ്ചേർഡ് ആയിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് അത് മാറ്റി എന്തായത്, വൾണറബിൾ ആയത്. സോ ബേസിക്കലി ലയൺ പോപ്പുലേഷൻ ഷുഡ് ബി ഓൾസോ ഇംപ്രൂവിങ്. അതുകൊണ്ടാണല്ലോ എൻഡേഞ്ചേർഡ് മാറി വൾണറബിൾ ആവുക. സോ IUCN റെഡ് ലിസ്റ്റ് പ്രകാരം വൾണറബിൾ ആണെന്ന് ഓർത്ത് വയ്ക്കുക. റീസെന്റ് മാറിയതാണ്. നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ AI-ലൊക്കെ പഴയ ഡേറ്റ കാണിക്കാൻ സാധ്യതയുണ്ട്. സോ വൾണറബിൾ ആണ്. WPA ഷെഡ്യൂൾ 1 ആണ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസിൽ വരാൻ കാരണം? ഒന്നാമത്തെ കാര്യം, ഗിർ ഫോറസ്റ്റിൽ മാത്രം ഒതുങ്ങിക്കിടന്നത് കണക്കാക്കിയതാണ് ലയൺ. ലയൺ ബേസിക്കലി പോപ്പുലേഷൻ കൂടുമ്പോൾ ദേ നീഡ് മോർ ടെറിട്ടറി അല്ലേ. അപ്പോൾ ലയൺ ബേസിക്കലി ഗിർ ഫോറസ്റ്റിൽ നിന്നും എക്സ്പാൻഡ് ചെയ്യാണ്. ഓൾറെഡി ഗിർ ഫോറസ്റ്റിന് പുറത്തുള്ള ഫോറസ്റ്റ് റീജിയൻസിലൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ദാമൻ ദിയുവിലെ ദിയു റീജിയൻസിൽ വരെ ഏഷ്യാറ്റിക് ലയൺ എത്തി തുടങ്ങി എന്നാണ് പറയുന്നത്. സോ ദെയർ പോപ്പുലേഷൻ ഈസ് എക്സ്പാൻഡിങ്, ദെയർ റേഞ്ച് ഈസ് എക്സ്പാൻഡിങ്. അതാണ് ഒന്നാമത്തെ വാർത്ത. 2, ടൈഗറിന്റെ ഗ്രീൻ സ്റ്റാറ്റസ് പോലെ ലയണിന്റെ ഗ്രീൻ സ്റ്റാറ്റസ് വന്നു. ലാർജ്ലി ഡിപ്ലീറ്റഡ്, ക്രിട്ടിക്കലി ഡിപ്ലീറ്റഡ് അല്ല, ലാർജ്ലി ഡിപ്ലീറ്റഡ് എന്നാണ് ലയണിന്റെ സ്റ്റാറ്റസ്. ഈ ലാർജ്ലി ഡിപ്ലീറ്റഡ് ആണെങ്കിലും ഇന്ത്യയിലെ ലയൺ പോപ്പുലേഷൻ ഇൻക്രീസിംഗ് ആണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ വെയിറ്റ് മെയിൽസിനാണെങ്കിൽ 150 to 250 പോകും, ഫീമെയിൽസ് ആണെങ്കിൽ 120 to 180 പോകും. ലെങ്ത് മെയിൽ ഒരു 1.7 to 2.5, ഫീമെയിൽ 1.4 to 1.75. സോ ഫീമെയിൽസ് ആർ സ്മോളർ ദാൻ മെയിൽസ്. ബർത്ത് ഇന്റർവൽ 18 to 26 months, അത്രയും വരും ബർത്ത് ഇന്റർവൽ. ലൈഫ് സ്പാൻ ടൈഗറിനൊക്കെ കുറച്ച് കൂടുതലായിട്ടാണ് പറയുന്നത്, 16 to 18 years. ആൻഡ് ദേ ഹാവ് സ്പേസർ ആൻഡ് ഷോർട്ടർ മെയിൻസ് വിത്ത് ഇയേഴ്സ് ഓൾമോസ്റ്റ് വിസിബിൾ. മെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സിംഹത്തിന് സട എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ അവരുടെ. സോ ലൈക്ക് ദേ ഹാവ് സ്പേസർ മെയിൻസ്, ഇയേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് വിസിബിൾ ആയ പോലെയാണ്. ആൻഡ് ദേ ഹാവ് നോ പെർട്ടിക്കുലർ ബ്രീഡിംഗ് സീസൺ. മുമ്പ് UPSC ചോദിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലയൺസിന് ഒരു പെർട്ടിക്കുലർ ബ്രീഡിംഗ് സീസൺ എന്ന് പറയാൻ ഇല്ല. ഓക്കെ, ലയൺ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഏഷ്യാറ്റിക് ലയൺ മാത്രമല്ല, നമുക്ക് ആഫ്രിക്കൻ ലയണും വേൾഡിലുണ്ട്. ആഫ്രിക്കൻ ലയണും ഏഷ്യാറ്റിക് ലയണും നമ്മളെ കമ്പാരിസൺ ഞാൻ പിന്നീട് പറഞ്ഞു തരാം.
ലയണെ നമ്മൾ പൊതുവെ ചെറുപ്പം തൊട്ട് പഠിക്കുന്നത് കിങ് ഓഫ് ദി ജംഗിൾ എന്നാണ്, അല്ലെ, കാട്ടിലെ രാജാവ്. പക്ഷെ ലയണെ പൊതുവെ നോക്കാൻ ഡെൻസ് ഫോറസ്റ്റ് റീജിയൻസിലല്ല കാണാൻ പറ്റുക. നിങ്ങൾ ഈ ഇമേജ് തന്നെ നോക്കൂ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കൂ, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഓപ്പൺ ആയ ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ ഒരു ഡെസിഡസ് ഫോറസ്റ്റ് അങ്ങനെയുള്ള സ്ഥലത്താണ് കാണാൻ പറ്റുക. സോ ഇറ്റ്സ് നോട്ട് ഇൻ ദി ഡാർക്ക് ജംഗിൾസ് ഇൻ വിച്ച് ദ ലിവ് ഇൻ ഗ്രാസ് ലാൻഡ്സ് മെയിൻലി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇനി മറ്റ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ലയൺ പൊതുവെ കൂട്ടമായിട്ടാണ് ജീവിക്കുക, എസ്പെഷ്യലി ഫീമെയിൽസ്. ദ ലിവ് ഇൻ എ ഗ്രൂപ്പ്, ലാർജ് ഗ്രൂപ്പ്സ്. ആ ഗ്രൂപ്പ്സിന് നമ്മൾ പറയുന്ന പേര് പ്രൈഡ് എന്നാണ്, പ്രൈഡ്. ആൻഡ് ഫീമെയിൽ ലയൺസ് പൊതുവെ ഒരുമിച്ചാണ് ജീവിക്കുക. മെയിൽ ലയൺസ് അവരെ മെച്യൂരിറ്റി വരെ പ്രൈഡിനൊപ്പം നിന്നിട്ട് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയി പോവുകയും ഇടയ്ക്ക് പ്രൈഡിനോട് ചേരുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. മെയിൽ ലയൺസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മേജർ ജോബ് എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ഒക്കെ വളരെ കുറവാണ്. ഫീമെയിൽ ലയൺസ് ആയിരിക്കും കൂടുതൽ ഹണ്ടിങ് ചെയ്യുന്നുണ്ടാവുക. ഇവർ വല്ലപ്പോഴൊക്കെ ഹണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഫീമെയിൽ ലയൻ്റെ ഫുഡ് അതിന് കഴിക്കും. ആൻഡ് ദേ പെട്രോൾ ദി ടെറിട്ടറി. ആ ടെറിട്ടറി ബേസിക്കലി അവർ പെട്രോൾ ചെയ്യുകയും അത് സേവ് ചെയ്യുകയും ചെയ്യുന്നു. ദേ വിൽ ബി സ്പെൻഡിങ് 20 hours ഓഫ് ദെയർ ഡേ റെസ്റ്റിംഗ് ഓർ സ്ലീപ്പിംഗ്. സുഖജീവിതമാണ്. 20 hours റെസ്റ്റിങ്ങും സ്ലീപ്പിംഗ് ആയിരിക്കും. പിന്നെ പെട്രോൾ ചെയ്യും, ഇങ്ങനെ കറങ്ങി നടക്കും, ഭക്ഷണം കഴിക്കും, റെസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ലയൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മേജർലി നമ്മൾ പറഞ്ഞല്ലോ, ഗിർ വേൾഡിൽ ഡിസ്ട്രിബ്യൂഷൻ പറയേണ്ട ആവശ്യമില്ല, ഇന്ത്യയിൽ മാത്രമാണെന്ന് പറഞ്ഞല്ലോ. ഗിർ നാഷണൽ പാർക്കാണ് മേജർലി കാണുന്നത്. ഗിർ നാഷണൽ പാർക്കിലും അതിന്റെ സാങ്ച്വറിയും ചുറ്റുപറ്റുന്ന ഭാഗത്താണ് കാണാൻ പറ്റുക. പക്ഷെ അത് പുറത്തേക്കും ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആസ് ഐ സെഡ്, 44% ഓഫ് ദി ലയൺ പോപ്പുലേഷൻ റിസൈഡ്സ് ഔട്ട്സൈഡ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. നമ്മൾ ഈ പറയുന്ന ഗിർ ഫോറസ്റ്റിന് പുറത്താണ് 44%. ഇപ്പൊ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഗുജറാത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റീസെന്റ് ഒരു സെൻസസ്, ലയൺ സെൻസസ് നടത്തിയിരുന്നു. അപ്പൊ അത് പ്രകാരം പറയുന്നത് ഏഷ്യാറ്റിക് ലയന്റെ പോപ്പുലേഷൻ കഴിഞ്ഞ 5 വർഷത്തിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് 674 ആയിരുന്നത് ഇപ്പൊ 891 ആയിട്ടുണ്ട്. അപ്പൊ ടൈഗറിന്റെ പോപ്പുലേഷൻ തന്നെയാണ് കൂടുതൽ, ബട്ട് ലയന്റെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതിൽ 394 വരുന്നത് എവിടെയാണ്? ഗിറിലാണ്. സോ ദാറ്റ് മീൻസ് ഗിർ ഈസ് ഹാവിംഗ് ദി കോർ പോപ്പുലേഷൻ എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി ലയൺ കൺസർവേഷന് വേണ്ടി നമ്മുടെ പ്രൊജക്ട്സ്, വി ഹാവ് പ്രൊജക്ട് ലയൺ ആൻഡ് ഗ്രേറ്റർ ഗിർ കോൺസെപ്റ്റ്. അതായത് ഗിർ ഫോറസ്റ്റിനും പുറത്തേക്കും എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ ഗ്രേറ്റർ ഗിർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഉണ്ട്. അപ്പൊ ഇതാണ് എന്താ നമ്മുടെ രണ്ടാമത്തെ ആള് ലയൺ. ലയണും കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലയൺ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം കൂടി നോക്കാമേ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആഫ്രിക്കൻ ലയൺ ആൻഡ് ഏഷ്യാറ്റിക് ലയൺ. അതുകൊണ്ട് ജസ്റ്റ് നോക്കി വെക്കാം. ആഫ്രിക്കൻ ലയൺ അങ്ങനെ ന്യൂസിൽ വന്നില്ല, പക്ഷെ എന്തായാലും ഏഷ്യാറ്റിക് ലയൺ പഠിക്കുമ്പോൾ ഒപ്പം പഠിച്ചു പോകുന്ന നല്ലതാണ്. സൈസ് നോക്കിയാൽ നമുക്കറിയാം, ആഫ്രിക്കൻ ഏഷ്യൻ വന്നു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ഈസ് കമ്പാരിറ്റീവ്ലി ലാർജർ. എലിഫന്റ് ആയിക്കോട്ടെ, ലയൺ ആയിക്കോട്ടെ, ആഫ്രിക്കൻ ലയൺ ഈസ് കമ്പാരിറ്റീവ്ലി ലാർജർ ദാൻ ഏഷ്യാറ്റിക് ലയൺ. ആഫ്രിക്കൻ ലയൺ കുറച്ചുകൂടി ചെറിയ സടയായിരിക്കും. അവരുടെ മെയിൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഷോർട്ട് ആൻഡ് സ്പേഴ്സ് ആയിരിക്കും, ആൻഡ് മേ ബി ഡാർക്കർ ആയിരിക്കും, കുറച്ച് ഡാർക്കർ കളർ ആയിരിക്കും. ഏഷ്യാറ്റിക് ലയൺ കമ്പാരിറ്റീവ്ലി കുറച്ച് ഫുള്ളറായ മെയിൻ ഉണ്ടാവും. ആൻഡ് ആഫ്രിക്കൻ ലയണിൽ മെയിൽസ് അങ്ങനെ ഫീമെയിൽസുമായിട്ട് അങ്ങനെ ജീവിക്കാറില്ല. എന്തെങ്കിലും മീറ്റിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഫീസ്റ്റ് പോലെയൊക്കെ കില്ല് വന്നു കഴിഞ്ഞാൽ മാത്രമേ മെയിൽസ് കൂടെ പോവുള്ളൂ. ഏഷ്യാറ്റിക് ലയണിൽ കമ്പാരിറ്റീവ്ലി ആഫ്രിക്കൻ ലയനെ വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽസിനൊപ്പമാണ് മെയിൽസ് നിൽക്കുക. ആൻഡ് ആഫ്രിക്കയിലെ ഡിസ്ട്രിബ്യൂഷൻ നോക്കൂ. സബ് സഹാറൻ ആഫ്രിക്ക, വെസ്റ്റ് ആഫ്രിക്കയിൽ കാണാൻ പറ്റും. ഇന്ത്യയിൽ ഗിർ ആൻഡ് സറൗണ്ടിങ്. ആഫ്രിക്കയിലെ ഫോറസ്റ്റ്, സാവന്ന, ആ ഭാഗത്തൊക്കെ കാണാൻ പറ്റും. നമ്മളുടെ ഡ്രൈ ഡെസിഡസ് റീജിയൻ. ഓർത്തു വയ്ക്കേണ്ടത്, ആഫ്രിക്കൻ ലയണും ഏഷ്യാറ്റിക് ലയണും IUCN സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ 2 പേരും വൾണറബിൾ ആണ്. സൈറ്റ്സിൽ ഏഷ്യാറ്റിക് ലയൺ അപ്പൻഡിക്സ് 1 ആണ്, അവിടെ അപ്പൻഡിക്സ് 2 ആണ്. WPA ഏഷ്യാറ്റിക് ലയൺ ഷെഡ്യൂൾ 1 ആണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഷ്യാറ്റിക് ലയൺ. ഇത്രയും പറഞ്ഞ ഡേറ്റ എന്തായാലും ഓർത്തു വയ്ക്കണം. ഏഷ്യാറ്റിക് ലയൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആള് ഏഷ്യാറ്റിക് എലഫന്റ്. ഓക്കെ, കഴിഞ്ഞ വർഷവും കഴിഞ്ഞ 3 വർഷമൊക്കെ ന്യൂസിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്, ദ വൺ ആൻഡ് ഓൺലി അരിക്കൊമ്പൻ. സോ യു ക്യാൻ സീ ദി ഏഷ്യാറ്റിക് എലഫന്റ്. ഓക്കെ, ഏഷ്യാറ്റിക് എലഫന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വർഷം ചോദ്യം വരാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇതിനു മുമ്പ് ഏഷ്യാറ്റിക് എലഫന്റ് ഒരു ചോദ്യം 2020 ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു സെൻസസ്, ഏഷ്യാറ്റിക് എലഫന്റ് സെൻസസ് വന്നിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഈ വർഷവും റീസെൻ്റ്ലി നമുക്കൊരു DNA ബേസ്ഡ് സെൻസസ് നടന്നിട്ടുണ്ട്. ആൻഡ് അതിലെ റിസൾട്ട് കുറച്ച് അലാമിംഗ് ആണ്. അതായത് ഏഷ്യാറ്റിക് എലഫന്റ് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഡിക്ലൈൻ ചെയ്യുന്ന റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. IUCN റെഡ് ലിസ്റ്റ് നോക്കിയാൽ എൻഡേഞ്ചർ ആണ്, സിമിലർ ടു ടൈഗർ എൻഡേഞ്ചർ ആണ്. WPA ഷെഡ്യൂൾ 1 ആയിരിക്കും ഒബ്വിയസ്ലി. സൈറ്റ്സിലും എന്താണ്? സൈറ്റ്സിൽ ഓൾസോ അപ്പൻഡിക്സ് 1. അപ്പോൾ എന്തായിരുന്നു ന്യൂസ്? There was a synchronous all India population estimation of elephants. അതിന് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നാഷണൽ വൈഡ് DNA ബേസ്ഡ് സെൻസസ് നടത്തുന്നത് എലഫന്റിന്. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ബൈ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അണ്ടർ പ്രൊജക്ട് എലഫന്റ്.
1992 എലിഫന്റ് പോപ്പുലേഷൻ കൂട്ടുവാൻ വേണ്ടി പ്രൊജക്ട് എലിഫന്റ് വന്നു. അതിനിടയിൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന നാഷണൽ വൈഡ് സിൻക്രണസ് ഓൾ ഇന്ത്യ പോപ്പുലേഷൻ എസ്റ്റിമേഷൻ ഓഫ് എലിഫൻസ് നടത്തിയത്. എലിഫന്റ് വെയിറ്റ് ഓൾമോസ്റ്റ് 3000 to 6000 കിലോഗ്രാം ആണ്. ഹൈറ്റ് ഓൾമോസ്റ്റ് മെയിൽസിന് 9 feet വരും, ഫീമെയിൽസിന് 7.9 feet വരും. ബേസിക്കലി എലിഫന്റ് ഒരു പക്ഷേ നിങ്ങൾ നാട്ടിൽ പൂരത്തിന് അങ്ങനെ ഇങ്ങനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും. ടസ്ക് ഏഷ്യാറ്റിക് എലിഫന്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിൽസിനാണ് ലാർജർ ടസ്ക് ഉള്ളത്, ഫീമെയിൽസിന് ടസ്ക് ഓൾമോസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ചെറിയ തേറ്റ എന്ന് പറയുന്ന ഒരു ചെറുതാണുള്ളത്. ലൈഫ് സ്പാൻ ഇസ് മോർ സിമിലർ ടു ഹ്യൂമൻ, 60 to 70 years വരെയൊക്കെ സുഖമായിട്ട് ജീവിക്കും. എലിഫന്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൂടി ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്ന്, എലിഫന്റ് ഇസ് എ കീസ്റ്റോൺ സ്പീഷീസ്. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന്റെ പ്രസൻസോ ആബ്സെൻസോ, അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആവുന്നതോ, അല്ലെങ്കിൽ അവരുടെ നമ്പേഴ്സ് കൂടുന്നതോ കുറയുന്നതൊക്കെ മറ്റു സ്പീഷീസിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ കീസ്റ്റോൺ സ്പീഷീസ് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ഥലത്തുള്ള കാർണിവോഴ്സായ ടൈഗേഴ്സിനെ എല്ലാം ഞാൻ പിടിച്ചു മാറ്റി. അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കും, ഹെർബിവോഴ്സിൻ്റെ എണ്ണം കൂടും, അവരുടെ പോപ്പുലേഷൻ ചെക്ക് നടക്കില്ല. ഈ ഹെർബിവോഴ്സിന് കൂടുതൽ ഫുഡ് വേണ്ടി വരും, അവരവിടെ കിട്ടാത്ത ചെറിയ പ്ലാന്റ്സും ഇതൊക്കെ അവർ കഴിക്കും. സോ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, അത് ഡീഫോറസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് കാരണമാകും. കാരണം പുതിയ ചെറിയ പ്ലാന്റ്സ് ഒന്നും വളരുന്നില്ല, എല്ലാവരും തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യും, ഈ ഹെർബിവോഴ്സ് ആയ ആൾക്കാർക്ക് ഫുഡ് കിട്ടാതെ അവർ തന്നെ എക്സ്റ്റിൻറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ അങ്ങനെ സിഗ്നിഫിക്കൻ്റ് ആയ ആൾക്കാരാണ് കീ സ്റ്റോൺ എന്ന് പറയുക. അപ്പോൾ ടോപ്പ് പ്രെഡേറ്റേഴ്സ് മിക്കതും കീ സ്റ്റോൺ ആയിരിക്കും. എലഫന്റ് കീ സ്റ്റോൺ ആണ്, ടോപ്പ് പ്രെഡേറ്റർ അല്ലെങ്കിലും. എലഫന്റ് ഈസ് ഓൾസോ നോൺ ആസ് ദി എഞ്ചിനീയേഴ്സ് ഓഫ് ഫോറസ്റ്റ്. എഞ്ചിനീയേഴ്സ് ഓഫ് ഫോറസ്റ്റ് വിളിക്കാൻ കാരണം, ഫസ്റ്റ് ഓഫ് ഓൾ ദ ട്രാവൽ, അവരുടെ മെജോറിറ്റി ഓഫ് ദി ടൈം അവർ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ വളരെ കുറച്ച് ഒരു 2 hours ഒക്കെയാണ് അവർ സ്ലീപ്പ് ടൈം വരുന്നത്. ബാക്കി സമയത്ത് ഇവരിങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ നടന്ന് വെള്ളം കുടിക്കാൻ നടന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും. സോ ഇവർ ഒരു സ്ഥലത്ത് നിന്ന് കഴിക്കുന്ന സീഡ് അവർ ആക്ച്വലി അവരുടെ ബോഡി അവർ റിമൂവ് ചെയ്യുന്നത് വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ലൈക്ക് ആ സീഡ് ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നു. വി നോ ദാറ്റ് ദേ ഓൾവേസ് ത്രോ, ലൈക്ക് അവരുടെ ദേഹത്ത് ഒരു മണ്ണും പൊടിയൊക്കെ ഇപ്പോൾ എറിഞ്ഞുകൊണ്ടേയിരിക്കും, ലൈക്ക് അവരെ ഇൻഫെക്ഷൻസിൽ നിന്നും മറ്റ് ഇൻസെക്ട്സിൽ നിന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയും സീഡ് ട്രാൻസ്പോർട്ട് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ അവരുണ്ടാക്കുന്ന വഴി, കാട്ടിലെ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നവരാണ് ഈ പറയുന്ന എലിഫൻസ് ആണ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ഓഫ് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എലിഫൻസ് കുറച്ചൊരു സോഷ്യൽ ആനിമലാണ്, അവർ കൂട്ടമായിട്ടാണ് പൊതുവെ നടക്കുക, ഫീമെയിൽസ് കൂടിയുള്ള ഒരു കൂട്ടമായിട്ടാണ് നടക്കുക. ആൻഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ദേ ഫോളോ എ മെട്രിയാർക്കൽ കൾച്ചർ. അതായത് സീനിയർ മോസ്റ്റ് ഫീമെയിൽ ആയിരിക്കും, നമ്മൾ മെട്രിയാർക്ക് എന്ന് പറയുന്ന സീനിയർ മോസ്റ്റ് ഫീമെയിൽ ആയിരിക്കും അവരുടെ ലീഡർ എന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിങ്ങും. ആൻഡ് എലിഫൻസിനാണ് ലൈക്ക് ടെറസ്ട്രിയൽ ആനിമൽസിന് ഏറ്റവും കൂടുതലുള്ള ജസ്റ്റേഷൻ പീരീഡ് ഉള്ളത്, ഗർഭകാലാവധി കൂടുതലുള്ളത് എലിഫൻസിനാണ്. ഓൾമോസ്റ്റ് 22 months, 2 വർഷത്തോളം വരും. ആൻഡ് ഫീമെയിൽ എലിഫൻസ് ടിപ്പിക്കലി ഗിവ് ബർത്ത് ടു കാവ്സ് എവറി 4 years between the age of 14 to 45, and the interval increases to 5 years by the age of 52 and 6 years by the age of 60. ഓക്കെ, ഒരു 14 വയസ്സ് തൊട്ട് they will start to give birth to younger ones. അതൊരു 45 years വരെ, ലൈക്ക് 4 years കൂടുമ്പോൾ they give birth. അത് 52 ആകുമ്പോഴേക്കും 5 years ആവും, 60 ആകുമ്പോഴേക്കും 6 years ആവും ആ ഇന്റർവെൽ. ഇത് UPC ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു, the elephants give birth to younger ones till the age of 40 only എന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയല്ല, 40ക്ക് ശേഷം ആ ഇന്റർവെല്ലിന് മാറ്റം വരുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് നോക്കുകയാണെങ്കിൽ ഏഷ്യാറ്റിക് എലിഫന്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ഓൾമോസ്റ്റ് 13 രാജ്യങ്ങളുണ്ട്. മേജർലി സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് വരുന്നത്. സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ ശരിക്കും എലിഫൻസിനെ, ഏഷ്യാറ്റിക് എലിഫൻസിനെ 3 ടൈപ്പായിട്ടാണ് പറയുക: ഇന്ത്യൻ, സുമാത്രൻ, ശ്രീലങ്കൻ. സോ ലൈക്ക് ഇന്ത്യ ഭാഗത്ത് കാണാം, ബംഗ്ലാദേശ് ഭാഗത്ത് കാണാം, ശ്രീലങ്ക ഭാഗത്ത് കാണാം, ആൻഡ് ഒബ്വിയസ്ലി സൗത്ത് ഈസ്റ്റേൺ ഭാഗത്തും യൂഷ്വലി കാണാൻ പറ്റും. ആൻഡ് ഏഷ്യാറ്റിക് എലിഫന്റിന്റെ ഗ്ലോബൽ പോപ്പുലേഷന്റെ 60% എവിടെയാണ്? ഇന്ത്യയിലാണ്. 60% ഇൻ ഇന്ത്യ. അപ്പോൾ ഏറ്റവും കൂടുതൽ, ഇപ്പം ആ 2000 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ എലിഫൻസ് ഉള്ളത് കേരളത്തിലാണെന്ന് അല്ല, കർണാടകയിലാണ് ഓൾമോസ്റ്റ് 6000 ഉള്ളത്. ദെൻ കംസ് ആസാം, ദെൻ കംസ് തമിഴ്നാടു, പിന്നെ കേരള, ഉത്തരാഖണ്ഡ്, ഒഡീഷ, അങ്ങനെ പോവാണ്. കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ എലിഫൻസ് ഉള്ളതെന്ന് ഓർത്ത് വയ്ക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആ DNA സെൻസസ്, DNA ബേസ്ഡ് സെൻസസിന്റെ ബേസിൽ നമുക്ക് കുറെ അലാമിംഗ് ആയ കുറെ ഔട്ട്കംസ് കണ്ടു. ഇന്ത്യയിൽ ഡിക്ലൈനിങ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എലിഫൻസ് ഉള്ളത് വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഇപ്പോൾ അറൌണ്ട് 11,900 എലിഫൻസ് ആണുള്ളത്. അത് 2017 14,500 ആയിരുന്നു, പോപ്പുലേഷൻ കുറഞ്ഞു. നോർത്ത് ഈസ്റ്റിൽ 10,000 പ്ലസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 6,500 പ്ലസിലേക്ക് താഴ്ന്നു. സെൻട്രൽ ഇന്ത്യൻ റീജിയനിൽ 3,000 പ്ലസ് ഉണ്ടായിരുന്നത് ജസ്റ്റ് അബൌട്ട് 1,800 എന്ന രീതിയിലേക്ക് മാറി. ശിവാലിക് ഗാൻജറ്റിക് പ്ലെയിൻസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെ. സോ പോപ്പുലേഷൻ ഡിക്ലൈനിങ് ആണ് എലിഫൻസിന്റെ കാര്യം ഓർത്ത് വെച്ചേക്കുക. നമ്മൾ പറഞ്ഞ 3 മേജർ അനിമൽസിൽ ലയണും ടൈഗറും പോപ്പുലേഷൻ ഇൻക്രീസിംഗ് ആണ്, ഏഷ്യാറ്റിക് എലിഫന്റിന്റെ പോപ്പുലേഷൻ ഡിക്രീസിംഗ് ആണ്. കാരണം പണ്ട് തൊട്ടേ ബേസിക്കലി ഇവര്
ഐവറിക്ക് വേണ്ടി ഹണ്ടഡ് ആയത് ഒരു കാര്യം. ഇപ്പൊ ഹണ്ടിങ് ഒക്കെ കുറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്ന് വെച്ചാൽ ഇവരുടെ കാലിന്റെ അടിഭാഗമൊക്കെ ഭയങ്കര സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ അവർക്ക് ലൈക്ക് ഭൂമിയിൽ നിന്നുള്ള വൈബ്രേഷൻസ് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ നടക്കുന്ന സമയത്ത് ലൈക്ക് എന്തെങ്കിലും ഹാർഡ് വസ്തുവിലേക്ക് കയറിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യർ തന്നെ കൊണ്ടിടുന്ന അത്രയും ലൈക്ക് ആക്സ് വരുന്ന കുപ്പിച്ചെല്ലാം കൊണ്ടിടും, ഇതൊക്കെ അവരെ കാലുകളിൽ കയറി ഇൻഫെക്ഷൻ ആവുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ ബേസ്ഡ് ആയിട്ട് കുറെ എലിഫൻസ് ഡെഡ് ആവുന്നതാണ് പല റിപ്പോർട്ടിലും വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ എലിഫന്റ് കൺസർവേഷന് വേണ്ടിയിട്ട് വി ഹാവ് പ്രൊജക്ട് ടൈഗർ ആൻഡ് എലിഫന്റ്. അതുപോലെ ഇന്ത്യയിൽ 33 എലിഫന്റ് റിസർവ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൊജക്ട് റീഹാബ്, പൊതുവെ എലിഫന്റ് മനുഷ്യരുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറാതിരിക്കാനായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് വഴി ഇവർ ഇലക്ട്രിക്യൂട്ടഡ് ആവുന്നുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ലൈക്ക് ഐ തിങ്ക് കർണാടക ഭാഗത്ത് കൊടുക്കുന്ന പ്രൊജക്റ്റാണ് റീഹാബ്, റിഡ്യൂസിങ് എലിഫന്റ് ഹ്യൂമൻ അറ്റാക്സ് യൂസിങ് ബീസ്. അപ്പോൾ ആ ബൗണ്ടറീസിന്റെ എപ്പിക്കൾച്ചർ ചെയ്യും, ബീസിനെ വളർത്തും. അപ്പോൾ അത് കാരണം എലിഫന്റ് വരില്ല. ദെൻ മോണിറ്ററിംഗ് ദി ഇല്ലീഗൽ കില്ലിംഗ് ഓഫ് എലിഫന്റ്, മൈക്ക്, ഇതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എലിഫന്റ് കൺസർവേഷന് വേണ്ടി വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് പ്രോഗ്രാംസ്. അഗെയിൻ വിൽ സീ ദി കമ്പാരിസൺ ബിറ്റ്വീൻ ആഫ്രിക്കൻ എലിഫന്റ് ആൻഡ് ഏഷ്യാറ്റിക് എലിഫന്റ്. ആഫ്രിക്കൻ എലിഫന്റ് ആസ് ഐ ടോൾഡ് യു കമ്പാരിറ്റീവ്ലി ലാർജർ ഇൻ സൈസ് ആണ്. ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 9 to 13 feet പോകുന്നുണ്ട് ആഫ്രിക്കൻ എലിഫന്റ്. ഏഷ്യാറ്റിക് എലിഫന്റ് ഒരു 6.5 to 9 പോകുള്ളൂ. വെയിറ്റും കൂടുതൽ ആഫ്രിക്കനാണ്. ആഫ്രിക്കൻ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ചെവി, ആഫ്രിക്കൻ എലിഫന്റ് ലൈക്ക് ലാർജ് ആഫ്രിക്ക ഷേപ്പ് ഇയേഴ്സ് ആണ്. ഏഷ്യാറ്റിക് എലിഫന്റ് ചെവി അത്രയും വലുതല്ല. 2, ഏഷ്യാറ്റിക് എലിഫന്റ്, ഞാനിവിടെ അരിക്കൊമ്പനെ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിരുന്നു, ഏഷ്യാറ്റിക് എലിഫന്റിന്റെ മസ്തകം, ഹെഡ് എന്ന് പറയുന്നത് എന്താ, ഡബിൾ ഡോമാണ്. ലൈക്ക് 2 ഡോമായിട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ആഫ്രിക്കൻ എലിഫൻസിന് അങ്ങനെയല്ല, സിംഗിൾ ഡോമാണ് അവരുടെ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു മേജർ ഡിഫറൻസ് അവരുടെ ട്രങ്ക്, തുമ്പിക്കൈയിൽ കാണുന്ന വ്യത്യാസമാണ്. അതായത് പൊതുവേ ലൈക്ക് എലിഫൻസിന് നിങ്ങൾ തുമ്പിക്കൈ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ടിപ്പിൽ ഇങ്ങനെ ഒരു ലൈക്ക് ഫിംഗർ ലൈക്ക് സാധനം ഉണ്ടാവും ടു പിക്ക് തിങ്സ്. സോ ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ എലിഫൻസിന് 2 ഫിംഗർ ലൈക്ക് ഉണ്ട്, ഏഷ്യാറ്റിക് എലിഫന്റിന് സിംഗിൾ ഫിംഗറേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിസിബിൾ ഡിഫറൻസ് ഉണ്ട് ആഫ്രിക്കൻ എലിഫന്റും ഏഷ്യാറ്റിക് എലിഫൻസും തമ്മിൽ. ഓക്കെ, സോ ഇതാണ് എലിഫൻസ്. എലിഫൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെറസ്ട്രിയലിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയ ആൾക്കാരാണ്. ദാറ്റ് ഇസ് റൈനോസറസ്. റൈനോയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് ഞാനിവിടെ എഴുതിയിട്ടില്ല, കാരണം ലോകത്ത് 5 ടൈപ്പ് ഓഫ് റൈനോസ് ആണ് മേജർലി ഉള്ളത്. യു ക്യാൻ സീ, ഒന്ന് സുമാത്രൻ റൈനോ, ജാവൻ റൈനോ, രണ്ടും ഇന്തോനേഷ്യയിൽ കാണുന്ന സുമാത്ര ജാവ റൈനോ. ബ്ലാക്ക് റൈനോ, വൈറ്റ് റൈനോ, ദെൻ ഇന്ത്യൻ റൈനോ. അപ്പോൾ ബേസിക്കലി പേരുകൾ കേൾക്കുന്നതിന് മനസ്സിലാവും, ജാവൻ, സുമാത്രൻ, ഇന്ത്യൻ, ഇവരാരാണ്, ഏഷ്യാറ്റിക് റൈനോ ആണ്. ബ്ലാക്ക് വൈറ്റ് അപ്പോൾ എന്താണ്, ആഫ്രിക്കൻ റൈനോ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് 3 ഏഷ്യാറ്റിക് ആണ്, ബാക്കിയുള്ളത് ആഫ്രിക്കൻ ആണെന്ന് ഇതിൽ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിൽ നമുക്ക് കാണുന്ന ആളാരാണ്, ഇന്ത്യൻ റൈനോ അല്ലെങ്കിൽ 1 ഹോൺഡ് ഇന്ത്യൻ റൈനോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ജാവനും ഇന്ത്യനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 2 ഹോൺസ് ഉണ്ട്. ബാക്കി എല്ലാവർക്കും 2 ഹോൺസ് കാണാൻ പറ്റും, 2 കൊമ്പുകളുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇപ്പോൾ റൈനോ ന്യൂസിൽ വരാൻ കാരണം. ആസാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ദേ സ്റ്റാർട്ടഡ് DNA പ്രൊഫൈലിംഗ് ഓഫ് റൈനോ ഹോൺസ് ടു ആഡ് റൈനോ DNA ഇൻഡെക്സ് സിസ്റ്റം, റോഡിസ്, ഇന്ത്യ ഡേറ്റ ലൈബ്രറി. അപ്പോൾ റൈനോ DNA ഇൻഡെക്സ് സിസ്റ്റം റോഡിസ് ഡാറ്റ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ആസാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് DNA പ്രൊഫൈലിംഗ് തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ദർ വാസ് എ റിപ്പോർട്ട്, ഓക്കെ, ലൈക്ക് ഒരു വേൾഡ് റൈനോ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൈനോ റിപ്പോർട്ട്, അതായത് ഇന്റർനാഷണൽ റൈനോ ഫൗണ്ടേഷൻ നടത്തിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്, ലോകത്ത് ആകപ്പാടെ ഇനി എല്ലാ റൈനോസിനെയും, അതായത് ഈ പറയുന്ന 5 സ്പീഷീസും കൂട്ടിയിട്ട് 28,000 റൈനോയെ ബാക്കിയുള്ളൂ. 28,000 റൈനേ ബാക്കിയുള്ളൂ. അപ്പോൾ ഓരോ റൈനോ ഏത് റീജൻസിലാദ്യം അവർ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അറൗണ്ട് ഒരു 3,700 റൈനോസ് ആണ് ഉള്ളത്. ഈ 3,700 റൈനോസ്, ഇന്ത്യൻ 1 ഹോൺ റൈനോ എന്ന് പറഞ്ഞ റൈനോ ആണ്. അതിൽ 90% എവിടെയാണ്, കാസിരംഗ നാഷണൽ പാർക്ക് ആൻഡ് പൊബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് 2 ആസാമിലാണ്. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്കിലും പൊബിത്തോറ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലാണ് ഇന്ത്യയിലുള്ള 90% റൈനോ ഇപ്പോൾ ഉള്ളത്. ഇനി റൈനോയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഐ ഹാവ് ഗിവൺ ആസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ആഫ്രിക്കൻ റൈനോ ആൻഡ് ഇന്ത്യൻ റൈനോ. അതാണ് കുറച്ച് ഓർത്ത് വയ്ക്കാൻ എളുപ്പം. സോ നമ്മൾ ആഫ്രിക്കൻ റൈനോ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വൈറ്റ് റൈനോസ് ഉണ്ട്, ബ്ലാക്ക് റൈനോസ് ഉണ്ട്. അതിൽ വൈറ്റ് റൈനോസ് ആണ് ലാർജസ്റ്റ് ആൻഡ് ദേ ആർ ദി സെക്കൻഡ് ലാർജസ്റ്റ് ലാൻഡ് മാമൽസ് ആഫ്റ്റർ എലിഫന്റ്. റൈനോ നമ്മൾ മലയാളത്തിൽ കാണ്ടാമൃഗം എന്ന് പറയും. അപ്പോൾ നമ്മൾ ബേസിക്കലി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് കാണ്ടാമൃഗത്തിനെ തൊലിക്കെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലൈക്ക് നിങ്ങളൊരു പക്ഷേ റൈനോ ട്രിവാൻഡ്രം സൂവിലൊക്കെ ഉണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആർമേഡ് ആയ ഒരു സ്കിൻ അവർക്കുള്ളത്. സോ നമ്മൾ ആഫ്രിക്കൻ റൈനോ നോക്കുകയാണെങ്കിൽ ദേ ആർ കമ്പാരിറ്റീവ്ലി ലെസ് ആർമേഡ് ബട്ട് ദേ ആർ മോർ അഗ്രസീവ്. അടുത്ത് പോയാൽ പണി കിട്ടും. 2 ഹോൺസ് ഉണ്ട് മേജർലി, ബട്ട് ദേ ആർ പുവർ സ്വിമ്മേഴ്സ്. അതായത് അവർക്ക് ആഴമുള്ള സ്ഥലത്തൊക്കെ രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെ പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, നീന്താൻ
കഴിവില്ല, അത്ര വലിയ കഴിവൊന്നുമില്ല. അപ്പോൾ ഷാലോ വാട്ടറിലാണ് ഇവർ മേജറിൽ ഇറങ്ങുള്ളൂ. ആൻഡ് ദേ ഫൈറ്റ്സ് വിത്ത് ദെയർ ഹോൺസ് ആൻഡ് ഫീഡ്സ് ലോ ടു ദ ഗ്രൗണ്ട്. താഴെയുള്ള പുല്ലും കാര്യങ്ങളും പറക്കിയിട്ടാണ് അവർ ബേസിക്കലി ജീവിക്കുക. ഇനി ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് റൈനോ എന്ന് പറഞ്ഞാൽ ഏഷ്യാറ്റിക് റൈനോയുടെ ഏറ്റവും വലുത് ആരാണ്? ഇന്ത്യൻ റൈനോ ആണ്. ആഫ്രിക്കയിൽ ലെസ് ആർമേഡ് ആണെങ്കിൽ ഇന്ത്യൻ റൈനോ മോർ ആർമേഡ് ആണ്. മോർ ആർമേഡ് ആണ്, അതുകൊണ്ട് തന്നെ ലെസ് അഗ്രസീവ് ആണ്. അപ്പുറത്ത് ആർമർ എത്രയില്ല, അപ്പോൾ കുറച്ച് അഗ്രസീവ് ആയേ പറ്റുള്ളൂ. ദെൻ ഈ ഏഷ്യാറ്റിക് റൈനോയിൽ ഞാൻ പറഞ്ഞല്ലോ, ജാവൻ റൈനോവും ഇന്ത്യൻ റൈനോയ്ക്കും മാത്രം 1 ഹോൺ, ബാക്കി എല്ലാവർക്കും 2 ഹോണാണ്. ആൻഡ് ദേ ആർ ഗുഡ് സ്വിമ്മേഴ്സ് ആണ് ഇന്ത്യൻ റൈനോ. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, ഈ ആസാമിൽ ഈ പറയുന്ന ബ്രഹ്മപുത്രയിലൊക്കെ ലൈക്ക് ഇയർലി ഫ്ലഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലഡ്സ് ഉണ്ടാവുന്ന സമയത്തൊക്കെ ഇവർ നീന്തി രക്ഷപ്പെടുന്നൊക്കെയുണ്ട്. സോ ബേസിക്കലി ദേ ആർ ഗുഡ് സ്വിമ്മേഴ്സ് ആൻഡ് ദേ ഫൈറ്റ് വിത്ത് ദെയർ ബോട്ടം ടീത്ത്. കുറച്ചുകൂടി ഉയരത്തിലുള്ള പുല്ലുകളും കാര്യങ്ങളാണ് അവർ കഴിക്കുക. കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് റൈനോ, ആഫ്രിക്കൻ റൈനോ, വൈറ്റ് റൈനോ നിയർ ത്രെറ്റൻഡ് ആണ്. ബ്ലാക്ക് റൈനോ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. ഇന്ത്യൻ റൈനോ നോക്കിയാലോ, ഇന്ത്യൻ റൈനോ വൾണറബിൾ ആണ്. സുമാത്ര ജാവൻ റൈനോ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. So basically, black rhino, Sumatran javan critically endangered, Indian rhino vulnerable, white rhino near threatened. Rhino conservation വേണ്ടിയിട്ട് we have Project Rhino as well as India Rhino Vision 2020. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൈനോസറസിനെ പറ്റി വരുന്നത്. ഇനി കുറച്ച് നാളായിട്ട് ന്യൂസിൽ സ്ഥിരമായി വന്നിരുന്ന ആളാണ് ദി വൺ ആൻഡ് ഓൺലി ചീറ്റ. പൊതുവെ കുട്ടികൾക്ക് ചീറ്റയും ലെപ്പേർഡും മാറിപ്പോവാറുണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. ചീറ്റയ്ക്ക് ബേസിക്കലി നോക്കി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോങ് ലിംസ് ആയിരിക്കും. കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയാമല്ലോ, ചീറ്റ എന്ന് പറഞ്ഞാൽ കുതിച്ച് പായുന്ന ഒരാൾ. അപ്പോൾ അവരുടെ ബോഡി ആ രീതിയിൽ കുറച്ചുകൂടി ലൈക്ക് സ്ലിം ആയ ടോണ്ടായ ബോഡിയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദേ ഹാവ് ടിയർ മാർക്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീർ ഒഴുകിയ പോലെ ബ്ലാക്ക് മാർക്സ് കാണാം. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് വെളിച്ചുള്ള സമയത്ത് ഗ്ലെയർ കുറയ്ക്കും. ഇപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കാണുമ്പോൾ ചില ക്രിക്കറ്റ് പ്ലേയേഴ്സ് മേ ബി വെസ്റ്റ് ഇൻഡീസിലെ ശിവനാരായൺ ചന്ദ്രപോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ സ്റ്റീവ് സ്മിത്ത്, അവരെ കണ്ണ് താഴെ ഒരു ബ്ലാക്ക് മാർക്കിങ് അവർ പെയിന്റ് ചെയ്യും. അപ്പോൾ ഗ്ലെയർ കുറയ്ക്കും ടു ഹാവ് ബെറ്റർ വിഷൻ. അപ്പോൾ അങ്ങനെ ടിയർ മാർക്സ് കൂടി ചീറ്റയുടെ ബേസിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഗ്രാസ് ലാൻഡ്സിലാണ് കാണാൻ പറ്റുക. ആൻഡ് ചീറ്റ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ന്യൂസിൽ കത്തിനിൽക്കുന്ന ഒരാളാണ്. കാരണം വി ആർ ഡൂയിങ് ദി ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രൊജക്ട്. ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ചീറ്റ 1948 നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നത്. 1952 നമ്മൾ എന്ത് ചെയ്തു? ചീറ്റ എക്സ്റ്റിങ്ക്റ്റ് ആയി ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഏഷ്യാറ്റിക് ചീറ്റ ആയിരുന്നു അത്. ബട്ട് നമുക്ക് ഏഷ്യാറ്റിക് ചീറ്റ ഇന്ന് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഏഷ്യാറ്റിക് ചീറ്റ എക്സ്റ്റിങ്ക്റ്റ് അല്ല. ഏഷ്യാറ്റിക് ചീറ്റ ഈസ് പ്രസന്റ് ഓൺലി ഇൻ ഇറാൻ. ഇപ്പോൾ ഇറാനിലുണ്ട്, ബട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. നമ്മളപ്പോൾ എന്താ കൊണ്ടുവരുന്നത്? ആഫ്രിക്കൻ ചീറ്റയാണ് കൊണ്ടുവരുന്നത്. നമീബിയൻ നമ്മൾ കൊണ്ടുവന്നിരുന്നു. എവിടേക്കാണ് കൊണ്ടുവന്നിരുന്നത്? മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റ് ഇപ്പോഴും കണ്ടിന്യൂയിങ് ആണ്, ചീറ്റ റീലൊക്കേഷൻ പ്രൊജക്റ്റ്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ നമ്മൾ ലക്ഷ്യം ഇതാണ്, ടു ബ്രിങ് ദി ചീറ്റാസ് ലൈക്ക് ടിൽ ഇന്ത്യയിൽ ഒരു സെൽഫ് സസ്റ്റൈനിങ് ചീറ്റ പോപ്പുലേഷൻ ആവുന്നവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരു സെൽഫ് സസ്റ്റൈനിങ് ചീറ്റ പോപ്പുലേഷൻ ആവുന്നവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് വി ഹാവ് ദ ന്യൂ സെറ്റ് ഓഫ് ചീറ്റ കമ്മിങ് ഫ്രം ബോട്സ്വാന. അതായിരുന്നു ന്യൂസിൽ വരാൻ കാരണം. സോ 9 cheetahs arrived from Botswana at Kuno National Park in Madhya Pradesh under Project Cheetah. ഏഷ്യാറ്റിക് ചീറ്റ സ്റ്റാറ്റസ് ക്രിട്ടിക്കലി എൻഡേഞ്ചർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, എവിടെ മാത്രമേ ഉള്ളൂ? ഇറാനിൽ മാത്രമേ ഉള്ളൂ. WPA ഷെഡ്യൂൾ 1 ആണ്, അപ്പൻഡിക്സ് 1 ആണ് സൈറ്റ്സ്. ആഫ്രിക്കൻ ചീറ്റ വൾണറബിൾ ആണ്. ഇപ്പോൾ ചീറ്റയുടെ ഫിസിക്കൽ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും. ദേ ആർ ദി ഫാസ്റ്റസ്റ്റ് ലാൻഡ് മാമൽ. 97-80 km/h സുഖമായിട്ട് എത്തുന്നതാണ് പറയുന്നത്. പക്ഷേ കുറേ ദിവസത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ദൂരം ഓടാൻ പറ്റും. ദേ ഹാവ് ലോങ് സ്ലെൻഡർ ലിംസ് ആൻഡ് ഫ്ലെക്സിബിൾ സ്പൈൻ. അപ്പോൾ എളുപ്പത്തിൽ ഓടിപ്പോകാൻ പറ്റും. ആൻഡ് നോൺ റിട്രാക്റ്റബിൾ ക്ലോസ്. പൊതുവേ ലൈക്ക് ഇവർക്ക് ക്ലോസ് ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുന്നുള്ള പറയാം. ഇവർക്കത് പറ്റില്ല, ട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ടിയർ മാർക്സ് ഉണ്ട്, ഗ്ലെയർ കുറയ്ക്കാൻ പറഞ്ഞു. ബോഡി ലെങ്ത് 1.1 to 1.4. വെയിറ്റ് നോക്കിയാൽ കമ്പാരിറ്റീവ് വളരെ കുറവാണ്, 35 to 65 ഉള്ളൂ. കാരണം സ്പീഡിൽ ഓടണം. ലൈഫ് സ്പാൻ ഒരു 14 years ഇൻ ദ വൈൽഡ്, 20 years ഇൻ ക്യാപ്റ്റിവിറ്റി. അതാണ് അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് മറ്റ് ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജനറലി സോളിറ്ററി ആണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ്. എക്സെപ്റ്റ് ഡ്യൂറിങ് മേറ്റിംഗ് ഓർ വെൻ ഫീമെയിൽസ് റെയർ കബ്സ്. ലൈക്ക് പൊതുവെ കബ്സ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരുമിച്ചായിരിക്കും. ലൈക്ക് കബ്സ് അമ്മ വളർത്തണമല്ലോ, അതേപോലെ തന്നെ മേറ്റിങ്ങിൻ്റെ സമയത്തോ അല്ലാത്തപ്പോൾ മിക്കപ്പോഴും ഒറ്റയ്ക്കാണ്. ആൻഡ് മെയിൽസ് മേ ഫോം കോയിലേഷൻസ്. സിബ്ലിങ്സ്, ചേട്ടനയ്യന്മാരൊക്കെ കൂടി ചേർന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ടെറിട്ടറി ഷെയർ ചെയ്ത് കാര്യങ്ങൾ നോക്കാം, അങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് ഹണ്ട് ചെയ്യാം. അത് പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ദേ ആർ ഡയണൽ പ്രിഡേറ്റർ. ഡയണൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, രാത്രിയും രാവിലെയും. കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്ത് സ്ട്രെങ്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ സ്പീഡാണ് ഇവരുടെ മേജർ ആയിട്ടുള്ള സ്ട്രെങ്ത്. ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള മേ ബി ആന്റിലോപ്സ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇവർ മേജർലി ഹണ്ട് ചെയ്യുക. ജസ്റ്റേഷൻ പീരീഡ് 93 days. 3 to 6 cubs ആണ് പൊതുവെ അവർ ഗിവ് ബർത്ത്.
ചിലപ്പോൾ 8 വരെയൊക്കെ പോവാം, അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ കുട്ടികളെ അറ്റാക്ക് ചെയ്യും ആര്, മറ്റ് ലയൺസും ലെപ്പേർഡ്സും ഹൈനാസ് എല്ലാം. അപ്പോൾ കബ് മോർട്ടാലിറ്റി വളരെ കൂടുതലാണ്. ലൈക്ക് ഇത്ര ബർത്ത് കൊടുത്താലും അവർ പെട്ടെന്ന് ഡെഡ് ആവും. ആൻഡ് കബ് സ്റ്റേ വിത്ത് ദെയർ മദേഴ്സ് അൺടിൽ അബൌട്ട് 18 to 24 months ലേണിംഗ് ഹണ്ടിങ് ആൻഡ് സർവൈവിങ് സ്കിൽസ്. അങ്ങനെയാണ് അവരൊരു ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏഷ്യൻ ചീറ്റ എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഇറാനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 1950 നമ്മളുടെ എക്സ്റ്റിങ്റ്റ് ആയിപ്പോയി. ആഫ്രിക്കയിൽ മേജർലി സദേൺ ആഫ്രിക്കൻ റീജിയനാണ് കാണാൻ പറ്റുക, മേജർലി ബോട്സ്വാന, നമീബിയ. നമ്മൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ബേസിക്കലി കൊണ്ടുവന്നത്. ഇനി ഇന്ത്യയിലെ ചീറ്റ പോപ്പുലേഷൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 48 ആയതാണ് പറയുന്നത്. ഈ 48ൽ 29ഓളം ചീറ്റാസ് ഇന്ത്യൻ ബോൺ ആണ്. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ജനിച്ച ആൾക്കാരാണ് 29ഓളം 29ഓളം ചീറ്റാസ് വരുന്നത് കുനോ നാഷണൽ പാർക്കിൽ. ആൻഡ് മേജർലി ഇപ്പോൾ 2 ഹൗസാണ് അവർക്ക് വരുന്നത്. വൺ ഈസ് കുനോ നാഷണൽ പാർക്ക്, അതർ ഈസ് ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ മധ്യപ്രദേശ്. 2 മധ്യപ്രദേശാണ്. നമ്മൾ നൗറാദേഹി വൈൽഡ് ലൈഫ് സാങ്ച്വറി മധ്യപ്രദേശും കൂടി നമ്മളൊരു മറ്റൊരു ഹോമായിട്ട് ഇനി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ വരുന്ന പ്രൊജക്ട് ചീറ്റ NTC ആണ് ചെയ്യുന്നത്. ചീറ്റയെ പറ്റി ബേസിക്കായ കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. ചീറ്റ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കാര്യമായ ചോദ്യമൊന്നും വന്നില്ല. ഒരിക്കൽ ചോദിച്ചത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അൺലൈക്ക് അതർ ലയൺസ് ചീറ്റാസ് ഡു നോട്ട് റോർ. ചീറ്റാസ് ഗർജിക്കില്ല. ഇസ് ദാറ്റ് ട്രൂ ഓർ ഫാൾസ്? ദാറ്റ് ഈസ് ട്രൂ. ചീറ്റാസ് മറ്റ് നമ്മുടെ ടൈഗറിനെ പോലെയൊന്നും അത്ര ഒരു അലർച്ചയൊന്നുമില്ല. പൂച്ചയുടെ മ്യാവും അല്ല, ടൈഗറിന്റെ അലർച്ച അല്ലാത്തൊരു മിഡ് സ്റ്റേറ്റിലാണ്. സോ മോർ ടുവേർഡ്സ് മ്യാവും. സോ ബേസിക്കലി ദേ ഡു നോട്ട് റോർ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഒരാളെ കൂടി പറ്റി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് സ്നോ ലെപ്പേർഡ്. സ്നോ ലെപ്പേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, ഓൾമോസ്റ്റ് കാറ്റ് ഫാമിലി പെട്ട ആൾ തന്നെ. സ്നോ ബാക്ക്ഗ്രൗണ്ട് കാണാം, സ്നോ കവേർഡ് റീജിയൻസിലാണ്. അതുകൊണ്ട് കുറച്ച് ഫർ ഉണ്ട്. പൊതുവേ ഇവിടെയുള്ള മാമൽസിന്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ടെയിൽസ് ഫർ നിറഞ്ഞ ടെയിൽസ് ആയിരിക്കും. ഫർ നിറഞ്ഞ ടെയിൽസ് എന്ന് പറയാൻ ബേസിക്കലി അവർക്കതിൽ ലൈക്ക് ആ വാംത്ത് കിട്ടാനൊക്കെ അവർക്ക് ബേസിക്കലി അത് ഹെൽപ്പ് ചെയ്യും. അവർ IUCN സ്റ്റേറ്റസ് നോക്കിക്കഴിഞ്ഞാൽ വൾണറബിൾ ആണ്. വൾണറബിൾ എന്ന് പറയുമ്പോൾ ഇതും ലയണെ പോലെ തന്നെ ആയിരുന്നു. ഇപ്പോഴും നല്ല കുറച്ച് നാൾ മുമ്പ് എൻഡേഞ്ചർഡ് ആയിരുന്നു, മേ ബി 3-4-5 ഇയേഴ്സ് മുമ്പ്. എന്നിട്ട് അത് വൾണറബിളായി മാറിയതാണ്. WPA ഷെഡ്യൂൾ 1 സൈറ്റ്സ് അപ്പൻഡിക്സ് 1. ഡിസ്ട്രിബ്യൂഷൻ സ്നോ ലെപ്പേർഡ് ആയതുകൊണ്ട് നമുക്കറിയാം ഹിമാലയൻ റീജിയൻസിലാണ് ഇന്ത്യയിൽ ഉണ്ടാവുക. ഹിമാചൽ പ്രദേശിലും ലഡാക്ക് റീജിയനിലൊക്കെ അത് കാണാൻ പറ്റുക. ന്യൂസിൽ വരാൻ കാരണം ഇവരുടെ പോപ്പുലേഷൻ കൂടി എന്നുള്ളതാണ്. ഹിമാചൽ പ്രദേശിൽ ഏകദേശം 83ഓളം സ്നോ ലെപ്പേർഡ്സ് വന്നു. അതേപോലെ തന്നെ അറൌണ്ട് ലഡാക്കിൽ 477 സ്നോ ലെപ്പേർഡ്സോളം വന്നിട്ടുണ്ട്. ഇവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് അറൌണ്ട് ഒരു 55-65 സെൻറ്റിമീറ്റർ, ലെങ്ത് ഒരു 90 to 150 സെൻറ്റിമീറ്റർ. കാണാതെ പഠിക്കേണ്ട ഒരു ബേസിക് ഐഡിയ മതി. ആൻഡ് ഇവർക്ക് ഈ തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കാനായിട്ട് ദേ ഹാവ് സം അഡാപ്റ്റീവ് മെക്കാനിസംസ്. അവരുടെ പോസ്, കാലെന്ന് പറയുന്ന PW എന്ന് പറയുന്നത് വളരെ ലാർജ് ആയിരിക്കും. അതായത് ഇങ്ങനെ കുത്തുമ്പോൾ മഞ്ഞിലേക്ക് കുഴിഞ്ഞു പോകാതിരിക്കാൻ പാകത്തിന് ദാറ്റ് വിൽ ബി ലാർജർ. ആൻഡ് ദേ ഹാവ് ഷോർട്ട് ഇയേഴ്സ്. ബേസിക്കലി തണുപ്പുള്ള സ്ഥലത്തുള്ള മാമൽസിനൊക്കെ ചെറിയ ചെവികളായിരിക്കും. അപ്പോൾ ചെറിയ ചെവികളാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഹീറ്റ് ലോസ് കുറവായിരിക്കും. അതേപോലെ അവരുടെ നേസൽ ക്യാവിറ്റിയിലേക്ക് നേസൽ ക്യാവിറ്റി ഷോർട്ട് ആയിരിക്കും. സോ ദാറ്റ് ഇവർ ശ്വസിക്കുമ്പോൾ ഇവരുടെ ലങ്സിലേക്ക് എത്തുന്ന മുമ്പ് അത് ചൂടായിട്ടായിരിക്കും ആ വിൻഡ് എത്തുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അഡാപ്റ്റീവ് മെക്കാനിസം ഇവർക്കുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ദേ ഹാവ് സ്ട്രോങ് ഫ്രണ്ട് ലിംസ് ആൻഡ് ലോങ്ങർ ഹിൻഡ് ലിംസ്. ബാക്കിലെ കാല് ലോങ്ങറാണ്. സോ ദാറ്റ് ലീപ്പ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ റീച്ച് അപ് ടു 30 feet in one leap. ലൈഫ് സ്പാൻ നോക്കുകയാണെങ്കിൽ ഒരു 15 to 25 ഇയേഴ്സ് ആണ്. ആൻഡ് ദർ ഫർ ഉള്ളവരുടെ ലോങ് ടെയിൽ അവർക്ക് വാംത്ത് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് അൺലൈക്ക് അതർ ബിഗ് കാറ്റ്സ് സ്നോ ലെപ്പേർഡ്സ് കാൺട്ട് റോർ. നമ്മൾ ചീറ്റ പറഞ്ഞതുപോലെ ഇവർക്കും റോർ ചെയ്യാൻ പറ്റില്ല. അൺലൈക്ക് അതർ ബിഗ് കാറ്റ്സ്. ഏതൊക്കെയാണ് ബിഗ് കാറ്റ്സ്? പൊതുവെ നമ്മൾ പറയും 7 ബിഗ് കാറ്റ്സ് ഉണ്ട്. 7 ബിഗ് കാറ്റ്സ് ഏതൊക്കെയാണ്? ടൈഗർ, ലയൺ കാറ്റാണ്, ദെൻ ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, പ്യൂമ, ജഗ്വാർ. ഇതാണ് 7 ബിഗ് കാറ്റ്സ്. ഇതിൽ പ്യൂമയും ജഗ്വാർ എവിടെയില്ല? ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ നമുക്കിപ്പോൾ വരുന്നത് 5 ബിഗ് കാറ്റ്സ് ആണ്. പ്യൂമയും ജഗ്വാർ ഇല്ലാത്ത 5 ബിഗ് കാറ്റ്സ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ആൻഡ് സ്നോ ലെപ്പേർഡ് 12 റേഞ്ച് കൺട്രീസിലാണ് കാണാൻ പറ്റുക. തണുപ്പുള്ള സെൻട്രൽ ഏഷ്യൻ കൺട്രീസാണ് മേജർലി കാണാൻ പറ്റുന്നത്. യു ക്യാൻ സി അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ചൈന, ഇന്ത്യ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, മംഗോളിയ, നേപ്പാൾ, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഇത്രയും ഭാഗത്തൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ ഹിമാലയാസിൽ ലഡാക്ക്, ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ റീജിയൻസ് വരുന്ന ഭാഗത്ത് ഈസ്റ്റേൺ ഹിമാലയാസിൽ സിക്കിം ആൻഡ് അരുണാചൽ പ്രദേശ്.
ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ കൺസർവേഷൻ നടക്കുന്നത് ഹെമിസ് നാഷണൽ പാർക്കിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരുന്നത്, ലഡാക്കിൽ. ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് ദി സ്നോ ലെപ്പേർഡ് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. Then we have Great Himalayan National Park in Himachal Pradesh and Gangotri National Park in Uttarakhand. Majorly Hemis National Park. And this snow leopard conservation വേണ്ടിയിട്ട് we have Project Snow Leopard in 2009. International Big Cat Alliance, ഈ ബിഗ് കാറ്റ് റേഞ്ച് കൺട്രീസിൽ വെച്ച് ഇന്ത്യ ലെഡ് ആയ ഒന്നാണ്, ഇന്ത്യ ലീഡ് ചെയ്ത ഒന്നാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. ബിഷ്കേക്ക് ഡിക്ലറേഷൻ അഗെയിൻസ്റ്റ് സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ സമർക്കൻഡ് റെസൊല്യൂഷൻ, ബേസിക്കലി എനിക്ക് തോന്നുന്നു ലഡാക്കിലൊക്കെ അവരുടെ സ്റ്റേറ്റ് ആനിമലായിട്ടൊക്കെ സ്നോ ലെപ്പേർഡൊക്കെ വന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി സ്നോ ലെപ്പേർഡ്. അപ്പോൾ നമ്മൾ ടെറസ്ട്രിയൽ ആനിമൽ സ്പീഷീസ് ന്യൂസ് ആണ് നമ്മൾ മേജർലി നോക്കുന്നുണ്ടായിരുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, ലൈക്ക് റിമൈനിങ് ഭാഗങ്ങൾ ബി ഡൂയിങ് ഇൻ നെക്സ്റ്റ് ക്ലാസ്സസ്. ഓക്കെ, ഞാനിപ്പോൾ പിക്ക് ചെയ്ത് പറയുന്ന സ്പീഷീസിനെ പറ്റി പറയുന്ന ഡേറ്റ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഈ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾ ബാക്കി സ്പീഷീസ് കൂടി പഠിച്ചു വയ്ക്കുക. ലൈക്ക് എന്തായാലും നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ടാവും എല്ലാം നോക്കുകയാണെങ്കിൽ. ഓക്കെ, സേവ് വിത്ത് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് സ്പീഷീസ്. താങ്ക് യു.